മാസങ്ങൾക്ക് മുമ്പ് കേന്ദ്ര സർക്കാരിനെതിരായ LDF സത്യാഗ്രഹ വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉപയോഗിച്ച കപ്പിലെ വാചകങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറിയിരുന്നു. ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക് എന്നെഴുതിയ കപ്പ് പിടിച്ച മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായത്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിലേക്ക് നയിച്ച പരാതിക്കാരിക്കുള്ള ഐക്യദാർഢ്യമാണ് അതെന്നാണ് അന്ന് എല്ലാവരും വിലയിരുത്തിയത്. രാഹുലിന്റെ അറസ്റ്റിനു ശേഷം പരാതിക്കാരി ഫേസ്ബുക്കിലിട്ട കുറിപ്പിൽ ഈ വാചകം ഉപയോഗിച്ചിരുന്നു. ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടെ ഈ കപ്പിലെ വാചകങ്ങൾക്ക് എന്റെ ഉള്ളിൽ നിന്ന് അടർത്തി മാറ്റപ്പെട്ട ജീവന്റെ തുടിപ്പുണ്ട് എന്ന് അതിജീവിത സമൂഹ മാധ്യമത്തിൽ ഫോട്ടോ സഹിതം പങ്കിടുക കൂടി ചെയ്തതോടെ അതിന്റെ ഗതിവേഗം കൂടി. എന്നാൽ ആ കപ്പ് ഉപയോഗിച്ചത് വെറും യാദൃച്ഛികം മാത്രമായിരുന്നുവെന്ന് വ്യക്തമാക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. സത്യാഗ്രഹ വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വെള്ളം കുടിക്കാൻ ഉപയോഗിച്ച കപ്പിൽ ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക് എന്ന വാചകമാണ് ആലേഖനം ചെയ്തിരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിനു ശേഷം പരാതിക്കാരി സോഷ്യൽ മീഡിയയിൽ ഉപയോഗിച്ച ഇതേ വാചകം മുഖ്യമന്ത്രിയുടെ കപ്പിലും കണ്ടതോടെ അത് വലിയ രാഷ്ട്രീയ വ്യാഖ്യാനങ്ങൾക്ക് വഴി തുറന്നു. തന്റെ ജീവിതത്തിലെ പോരാട്ടത്തിന്റെ അടയാളമാണ് ആ വാചകങ്ങളെന്ന് അതിജീവിതയും അന്ന് പ്രതികരിച്ചിരുന്നു. ഇതോടെ സർക്കാരിന്റെയും മുഖ്യമന്ത്രിയുടെയും ഭാഗത്തു നിന്നുള്ള ശക്തമായ പിന്തുണയായാണ് അന്ന് സൈബർ ലോകം ഇതിനെ വിലയിരുത്തിയത്. എന്നാൽ ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക് എന്ന് കപ്പിൽ എഴുതിയത് യാദൃച്ഛികമായി സംഭവിച്ചതാണ്. ആ കപ്പ് അതിനായി എടുത്തതൊന്നുമല്ലെന്നും പിണറായി പറഞ്ഞു. അന്ന് അവിടെ ഇരിക്കുമ്പോൾ വെള്ളം കുടിക്കുന്നതിന് ഒരു കപ്പ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിരുന്നു. എന്നാൽ ആ കപ്പിൽ അങ്ങനെ എഴുതിയത് കൊടുത്തയച്ച ആൾക്കോ എനിക്കോ ആർക്കും അറിയില്ലായിരുന്നു. അതിൽ വെള്ളം കുടിക്കുമ്പോൾ ഒരാൾ ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നത് കാണുന്നുണ്ട്. വെള്ളം കുടിക്കുന്നത് എന്റെ കാര്യത്തിൽ ഒരു പുതുമയല്ല. സാധാരണ പ്രസംഗിക്കുമ്പോൾ തന്നെ ഞാൻ വെള്ളം കുടിക്കാറുണ്ട്. അതുകൊണ്ട് അതൊരു പുതുമയായി എനിക്ക് തോന്നിയില്ല. വേദിയിലിരുന്ന് വെള്ളം കുടിക്കുമ്പോൾ ഒരാൾ അതീവ ശ്രദ്ധയോടെ ഫോട്ടോ എടുക്കുന്നത് കണ്ടിരുന്നു. പ്രസംഗത്തിനിടയിലും മറ്റും വെള്ളം കുടിക്കുന്നത് സാധാരണമായ കാര്യമായതിനാൽ ഫോട്ടോ എടുക്കുന്നത് എന്തിനാണെന്ന് അന്ന് മനസ്സിലായില്ല. പിന്നീട് അറിഞ്ഞ വാർത്ത സത്യാഗ്രഹത്തിന് ശേഷമാണ് ഈ കപ്പിനെ ചുറ്റിപ്പറ്റി ഇത്രയേറെ വാർത്തകളും രാഷ്ട്രീയ വ്യാഖ്യാനങ്ങളും ഉണ്ടായതെന്ന് ഞാൻ അറിഞ്ഞതെന്നും അദ്ദേഹം പറഞ്ഞു. സ്വന്തം പക്ഷത്തു നിന്ന് ഉയർന്നു വന്ന അസഖ്യം ലൈംഗിക കുറ്റകൃത്യങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുന്ന കുറ്റപത്രം വരെ സമർപ്പിക്കപ്പെട്ട കുറ്റാരോപിതരോടൊപ്പം വേദി പങ്കിടാൻ മടിക്കാത്ത പരാതികൾ നീതിന്യായ സംവിധാനത്തിന് മുന്നിൽ എത്തുന്നില്ല എന്നുറപ്പുവരുത്തുന്ന ഒരു നേതാവിന്റെ സെലക്റ്റീവായ PR എക്സസൈസ് എന്നായിരുന്നു വിമർശകർ ഇതിനെ വിശേഷിപ്പിച്ചത്. എന്നാൽ ഈ വാചകം ദിവസങ്ങളോളം സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നു. എന്നാൽ ആ പ്രയോഗത്തിന്റെ യഥാർത്ഥ ഉറവിടം സാം മക്ബ്രൈറ്റ്നിയുടെ ഗസ് ഹൗ മച്ച് ഐ ലവ് യു എന്ന പുസ്തകമാണ്. സാം മക്ബ്രൈറ്റ്നി എന്ന ബ്രിട്ടീഷ് എഴുത്തുകാരൻ 1994 എഴുതിയ പുസ്തകമാണ് ഇത്. കുട്ടികൾക്കും മാതാപിതാക്കൾക്കും ഒരേപോലെ പ്രിയപ്പെട്ട ഒരു പുസ്തകം. 57 ഭാഷകളിലായി പുറത്തിറങ്ങിയ പുസ്തകത്തിന്റെ 5 കോടി കോപ്പികൾ വിറ്റഴിഞ്ഞു. അതിലെ ഏറ്റവും പ്രശസ്തമായ വാചകമാണ് ഈ ഒരു വാചകം. ഉറങ്ങാൻ കിടന്ന അച്ഛൻ കാട്ടുമുയലും കുട്ടിമുയലും തങ്ങളിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ സ്നേഹമെന്ന മത്സരം വെക്കുന്നു. കുട്ടി തനിക്കറിയാവുന്ന അകലങ്ങൾ കൊണ്ടും ഉയരങ്ങൾ കൊണ്ടും ഒക്കെ തനിക്ക് അച്ഛനോടുള്ള സ്നേഹത്തെ അടയാളപ്പെടുത്തി. എന്നാൽ അച്ഛൻ മുയലാകട്ടെ ഇതിനെയെല്ലാം ഭേദിക്കുന്ന വാചകങ്ങൾ പറഞ്ഞ് മുയലിനെ തോൽപ്പിച്ചു. ഒടുവിൽ കുഞ്ഞുമുയലിന് ഉറക്കം വന്നു. കണ്ണുകൾ അടയാൻ നേരം കുട്ടിക്കാട്ടുമുയൽ ജനാലയിലൂടെ നോക്കി ദൂരെ ആകാശത്തെ അമ്പിളിമാമനെ നോക്കി ഐ ലവ് യു റൈറ്റ് അപ്പ് ടു ദ മൂൺ എന്ന് പറഞ്ഞു. ജയമുറപ്പിച്ച് ഉറങ്ങി. എന്നാൽ കുട്ടിക്കാട്ടുമുയൽ ഉറങ്ങിയ ശേഷം അച്ഛൻ അവന്റെ ചെവിയിൽ പതിയെ ഐ ലവ് യു റൈറ്റ് അപ്പ് ടു ദ മൂൺ ആൻഡ് ബാക്ക് എന്ന് പറഞ്ഞു. ഇപ്പോഴും സ്നേഹം പ്രകടിപ്പിക്കാൻ ഇതിലും വലിയ മീറ്ററിലുള്ള വാചകങ്ങൾ ലോകത്തുണ്ടോ എന്നത് സംശയമാണ്.